നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽപ്പനക്കാരൊക്കെ അല്ലേ, ആരെങ്കിലും കണ്ടാൽ തന്നെ ഇപ്പൊ എന്താ? കയ്യിൽ ബലൂൺ ഉണ്ടെന്ന് കരുതി മുഖത്തെ കള്ള ലക്ഷണം മാഞ്ഞു പോവോ? ബുദ്ധിയുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നീയൊക്കെ കള്ളന്മാരാണെന്ന്. കഴകപ്പുരയിൽ കയറിപ്പറ്റാനുള്ള പഴുത് കണ്ടുവയ്ക്കാൻ വന്നതാ. ഉരുപ്പടി എടുത്ത് തിരിച്ചു പോകാനുള്ള വഴിയും കണ്ടുവയ്ക്കണം. പഴുത് കണ്ടുപിടിക്കാൻ ഒരാൾ വന്നാ പോരെ, 4 പേരും വരണോ? പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. സാറ് പേടിക്കണ്ട, ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ബലൂണ് വിൽക്കുന്നയാളെ ഇതിനു മുമ്പ് താൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, ഇവർ ഈ നാട്ടുകാരല്ലെന്നാ തോന്നുന്നത്. ആരാടാ നീ? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ല സാർ. മിന്നേറം കോളനിയില എന്റെ വീട്. ഉത്സവപ്പറമ്പിൽ ബലൂൺ വിൽക്കല എന്റെ ജോലി. എല്ലാ കൊല്ലവും ഞാനിവിടെ വരാറുണ്ട്. നീ പറഞ്ഞത് പച്ചക്കള്ളവാ. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. ഇതിനു മുമ്പ് നീ ഇവിടെ വന്നിട്ടില്ല. വന്നിരുന്നു സാർ. സൂക്കേട് പിടിവിട്ടതുകൊണ്ട് ഞാൻ കുറച്ച് ക്ഷീണിച്ചു പോയി. അതുകൊണ്ടായിരിക്കും സാറിന് മനസ്സിലാവാത്തത്. സാറിനെ പോലെ തന്നെ എനിക്കും ഇയാളെ കണ്ടപ്പോ സംശയം തോന്നി. ഞാനും ചോദ്യം ചെയ്യായിരുന്നു. കുഴപ്പക്കാരനൊന്നും അല്ല സാർ. രുദ്രപ്രതാപൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും നീ മനസ്സിലാക്കും. ശരി സാർ. കഴുകപ്പുര കയറി പറ്റാനും രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടുവച്ചല്ലോ. ഇനി പെട്ടെന്ന് പോവാൻ നോക്ക്. രാത്രി 7:30 ആകുമ്പോ കനൽ കലശം ആരംഭിക്കും. ആ സമയത്ത് വാടാ ചെല്. പാറുനി ജിമിക്ക് കമ്മല് നന്നായിട്ട് ചേരുമല്ലേ? ഇത് ജയന്തിക്ക് ചേരില്ലേ? ചേരും. പക്ഷേ നീ കൊടുത്താ അവളിത് വാങ്ങോ? അതെന്താ അങ്ങനൊരു ചോദ്യം? ജയന്തിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവള് തന്നെ. സത്യമാണോ നീ പറയുന്നത്? എന്നെ ഇഷ്ടമല്ലെന്ന് അവള് പറഞ്ഞു. പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞല്ലടാ. എന്റെ ജീവൻ പോയി. ജയന്തി ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒളിക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. വെറും നോട്ടമല്ല, പ്രണയം പൂത്തെളിഞ്ഞു നിൽക്കുന്ന നോട്ടം. ശരിക്കും അവൾ അവിടെയാണെങ്കിലും നോട്ടം നിന്റെ നേർക്ക് തന്നെ. അവളിപ്പോ ഇവിടെ വരും, നിന്റെ അടുത്ത്. നീ നോക്കിക്കോ. ഇത് നോക്കി കൊള്ളാല്ലേ ജയന്തി? ഇത് ഞാൻ വെച്ചു നോക്കട്ടെ. എന്താ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. എന്ത്? സ്വർഗത്തിലെ കട്ടുറുമ്പായാൽ നരകത്തിലെ കട്ടുറുമ്പാവുന്നല്ലേ സൗസവിന്റെ കണ്ടുപിടുത്തം. എനിക്ക് നരകത്തിലെ കട്ടുറുമ്പാവണ്ട. എൻജോയ് എൻജോയ്. ജയന്തി ഇതെങ്ങനെയുണ്ട്? ഇതത്ര പോരാ. അല്ല എന്നാ പിന്നെ ഇത് നോക്കി. ഇതുള്ളല്ലേ? ഇതോ? അയ്യോ, ഇതിപ്പോ കൊടുക്കാൻ പറ്റില്ല. പാറു ഇപ്പൊ ദേവിയല്ലേ. കനൽ കലശം കഴിഞ്ഞു കൊടുക്കാം. ഇത് കൊടുത്തുകൊണ്ട് ഗന്ധർവൻ ഞാനാണെന്ന് അവളോട് പറയണം. കണ്ടു ഞാൻ കൂടെ നീയില്ലാതെയായ നൂറായി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. ഈ കുരിശ് പാർവതിക്ക് നല്ല ഭംഗിയുണ്ടാവും.
പക്ഷേ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല.